അസ്സലാമു അലൈക്കും. എല്ലാവരും എങ്ങനെയുണ്ടോ? സുഖമാണോ? നമ്മളിപ്പം സീങ്ങിൻ്റെ പണി ചെയ്യുന്നുണ്ട്. സീങ്ങിൻ്റെ പണി ചെയ്യുമ്പം ഈ സീങ് വെക്കുമ്പം ഗ്രനൈറ്റിൻ്റെ മിനിമം 3 mm താക്കണം. 3 mm താക്കുമ്പോൾ എന്നിട്ട് ഈ അറലേറ്റ് വെച്ചിട്ട് ഫിറ്റിങ് ചെയ്യണം. ഈ അറലേറ്റ് രണ്ടെണ്ണം മിക്സ് ആക്കി ഇത് ചെയ്യണം. ഇല്ലെങ്കിൽ ഇവിടെ ലീക്ക് വരത്തില്ല. ഇല്ലെങ്കിൽ ചുമ്മാ മറ്റേ ജോയിൻറ്റ് പില്ലർ അടച്ചിട്ട് സെറ്റിങ് ചെയ്യുമ്പം ഇത് ലീക്കാവും, പെട്ടെന്ന് ലീക്കാവും. ഈ സൈഡിനകത്ത് ഇവിടെ ടാപ്പ് വരുമ്പം ടാപ്പിൻ്റെ വെള്ളം ഇച്ചിരി ഇങ്ങോട്ട് വരുന്നുണ്ടോ, എല്ലാം പാത്രം ക്ലീൻ ചെയ്യുന്ന സമയത്ത് വെള്ളം ഇങ്ങോട്ട് വരുന്നുണ്ടോ, അതിൻ്റെ അറലിട്ട് വെച്ച് ഫിറ്റിങ് ചെയ്യണം. അറലിട്ട് വെച്ച് ഫിറ്റിങ് ചെയ്യുമ്പം നല്ല സ്ട്രോങ് വരും. ഇപ്പോൾ 2 സിങ് ഉണ്ടോ, ഇതൊരു സിങ്, ഇത് ഈ സ്ലാബ് ചെറുതേ ഉള്ളൂ. ഇവിടെ നമുക്ക് അടപ്പ വരും. ഇവിടെ ഒരു സ്ലാബുണ്ടോ, പിന്നെ ഇവിടെ ഒരു സിങ്ക് ഉണ്ടോ, ഇവിടെ ഒരു സിങ്ക്, ഇതുപോലെ ഇങ്ങനെ വരത്തുള്ളൂ. ഇപ്പോൾ സിങ്ക് ഉണ്ടോ, 2-3 ഐറ്റമിൻ്റെ സിങ്ക് ഉണ്ടോ. പല സിങ്ക് ഉണ്ടെങ്കിൽ ടൈൽസിൻ്റെ ഇവിടെ കൊടുക്കുക, അത് ലീക്ക് വരും. പിന്നെ ടൈൽസിൻ്റെ മണ്ടയ്ക്ക് സീങ്ങിൻ്റെ മണ്ടയ്ക്ക് ഗ്രാനൈറ്റ് കൊടുക്കുമ്പോൾ നല്ല പിടുത്തം കിട്ടും, അത് ലീക്ക് വരത്തില്ല. ഇതൊരു പുതിയ മോഡലാണ്. ഇത് മോഡൽ മിനിമം 3 mm ഉണ്ടോ, 3 mm വ്യത്യാസമുണ്ടോ. ഈ കണം ഉണ്ടല്ലോ, ഈ കണം വെച്ചിട്ട് ഇത് താത്തണം, താത്തിട്ട് ഇത് ചെയ്യണം. എനിക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ പുതിയ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ പെട്ടെന്ന് കിട്ടും. ഇപ്പം ഭിത്തി കണ്ടോ, ഭിത്തി ചെയ്യുന്നുണ്ടോ, ബാക്കിയെല്ലാം കഴിഞ്ഞ തുലനായി. ഇതൊരു ബാത്റൂമിൻ്റെ ഡിസൈന്, 2 കളറ്. ഇവിടെ ഒരു ബാത്റൂമുണ്ടോ, ഇതൊരു ബെഡ്റൂം, ഇതൊരു ബാത്റൂം. ബാത്റൂമിൻ്റെ ഡോർ പീസ് നമ്മൾ ഗ്രാനൈറ്റ് കൊടുത്തിട്ട് 2 സൈഡ് മോൾഡിങ് കൊടുത്ത് ബാത്റൂമിൻ്റെ മിനിമം ഈ സൈറ്റ് ഉണ്ടല്ലോ, ഈ സൈറ്റ് എല്ലാ സമയത്ത് പൊക്കി നിൽക്കണം. അവിടെ പോകണം, ഇവിടെ പോകണം, വെള്ളം മൊത്തം ഇവിടെ എടുത്തുള്ളൂ. 2 സൈറ്റ് പോകണം. ഇല്ലെങ്കിൽ സ്ലോപ്പ് മൂല കൊടുക്കുമ്പോൾ വെള്ളം മൊത്തം മൂല വെച്ചുമ്പോൾ അവിടുത്തെ കോൺക്രീറ്റ് അല്ലെങ്കിൽ ചാന്ത 1 വർഷം 2 വർഷം കഴിഞ്ഞിട്ട് അത് താന്ന് പോകും. അതിൻ്റെ ഇച്ചിരി പൊക്കി നിൽക്കണം അവിടെ. അതിപ്പോൾ 4 സൈഡ് നമ്മൾ മുറിച്ച് കൊടുത്ത് സ്ലോപ്പ് അവിടെ ഉണ്ടോ അറിയത്തില്ല.